പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂലൈ 13 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ
അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരെന്നോട് ചോദിക്കുകയെ, അച്ഛാ ഞാൻ വെള്ളം അടിക്കാനും പോണില്ല, ഒരു തോന്നിയ പോണില്ല, പക്ഷേ എനിക്ക് കരൾ രോഗമാണ്, അത് ഏത് പാവത്തിൻ്റെ ശിക്ഷയാണ്? ഇങ്ങനെയൊക്കെ ആൾക്കാർ വളരെ അടുപ്പമുള്ളവർ ഒക്കെ രോഗങ്ങൾ വരുമ്പോൾ എന്നോട് പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ്. ഇപ്പം അതിന് വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. കാരണം മദ്യപിക്കാത്തവർക്ക് എന്തുകൊണ്ടാണ് കരൾ രോഗം വരുന്നതെന്ന് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വിഷയം അതല്ല. ശരിക്കും നമ്മൾ ഈ വേദ രോഗങ്ങൾ പോലെ തന്നെ നമ്മൾ ചെയ്യാത്ത ചില കുറ്റങ്ങൾ, ചിലർ വന്നിട്ട് എന്നെ പറയാം, വെച്ചാൽ പോസ്കോ കേസൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നില്ലേ പോസ്കോ കേസിനെ കുറിച്ച്. പോസ്കോയുടെ ഈ ഇരയുടെ കംപ്ലൈൻറ്റ് മാത്രം പോരാ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വളരെ വ്യക്തമായ തെളിവായിട്ട് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടണം. അല്ലാത്ത പക്ഷം തെളിവുകൾ ഹാജരാക്കാൻ. അപ്പോൾ തെളിവുകൾ ഹാജരാക്കണമെന്നുള്ളത് പണ്ട് നേരത്തെ ഇന്നേ വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണമാണ് തെളിവുകൾ ഹാജരാക്കണമെന്ന്. അപ്പോൾ ചിലരിങ്ങനെ കള്ളക്കേസിൽ പെടുത്തി, ഇപ്പോൾ അമ്മായി അപ്പനെയൊക്കെ പോസ്കോ കേസിൽ പെടുത്തുകയാണ്. അത് മരുമക്കൾ ചെയ്യേണ്ട പരിപാടിയാണ്. അവർ അങ്ങനെയുള്ളവർ വന്ന് എന്നോട് ചോദിക്കുകയും, ഞാനൊരു തെറ്റ് ചെയ്തില്ല അച്ഛാ, എന്ത് പങ്കപ്പാടാണിതെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാതെ കുറേ ആരോപണങ്ങളും കുറേ പങ്കപ്പാടുകളും ഒക്കെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. ഈ നല്ല വിശ്വാസികളാണെങ്കിൽ ഈശോ എന്താ പറഞ്ഞത്? വ്യാജമായി എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. ആ വചനം എടുത്തേ. മത്തായി 5:11-12. മത്തായി 5:11-12. എന്നെ പ്രതി മനുഷ്യർ വേജ ആരോപണങ്ങള്, വേജമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ഇപ്പം നമ്മൾ ചെയ്യാത്ത ദുശ്ശീലങ്ങൾക്ക് നമുക്ക് ദുശ്ശീലം ചെയ്ത ആൾക്കാരുടെ രോഗം തന്നെ ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയയും ഇല്ല ഇതെന്ത് എങ്ങനെ വൃത്തിഞ്ഞായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണവർ ചോദിക്കുന്നവരുണ്ട്. എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? മറ്റുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയായിട്ട് ആയതുകൊണ്ടാണ്. ഞാനെന്താ ഇങ്ങനെ സ്വയം വിസ്തരിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിന് പരോക്ഷമായി ദൈവത്തെയും വിസ്തരിക്കുന്നവരുണ്ട്. നമുക്കൊരു ആധ്യാത്മിക ജീവിതം ദൈവത്തെ ഒരു വിസ്താരത്തിൽ വികസിപ്പിക്കാൻ പറ്റത്തില്ല. ഈശോ എന്നാ ചെയ്യണത്? ഈ എനർജി കൺവേർട്ട് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞത്. അതാണ് അതിനടുത്ത് 5:11 മത്തായി. എന്നെ പ്രതി അത് ഈശോനെ പ്രതിയാക്കണം. നമ്മളെ പ്രതി വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈശോനെ പ്രതിയാക്കണം. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ.
നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ ഈ സ്വർഗത്തിലെ പ്രതിഫലം വലുതായിട്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബേജാരോപണങ്ങൾ ഉണ്ടാവും. അത് രണ്ട്, അതായത് ആദ്യം ഉണ്ടാകണത് ബേജാരോപണങ്ങളല്ല. ആദ്യം ഉണ്ടാകണത് നിങ്ങൾ ദൈവത്തിന് വിശ്വാസമായത് കാരണം നിങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കും ദൈവം. ആ പ്രതിഫലം നിശ്ചയിക്കുമ്പോഴായിരിക്കും നമുക്ക് എക്സ്ട്രാ റെമിറ്റൻസ് കൊടുക്കേണ്ടി വരണത്. എക്സ്ട്രാ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തില്ല, അസ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തുള്ളൂ. ഈ അസ്വാഭാവിക സഹനങ്ങൾ വരണത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കുമ്പോഴാണ്. പക്ഷേ അത് നമ്മൾ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയെടുത്താൽ മാത്രമേ അത് കൃപയായി കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രതിഫലത്തിന് റെമിറ്റൻസ് കൊടുത്തിട്ട് അത് നമുക്ക് കർത്താവ് നമ്മുടെ പേരിലാകത്തുള്ളത്. അതെന്താ ചോദിച്ചാൽ നമ്മൾ ഇപ്പം ഈ ഇത്രയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾക്കൊരു ആരോപണം വരുന്നു, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത ശീലത്തിന് നിങ്ങൾക്ക് രോഗം വരുന്നു, ഇതെല്ലാം വ്യാജങ്ങളാണ്. ഇപ്പോൾ വ്യാജമായ എല്ലാത്തരം എന്ന് പറയുമ്പോൾ എന്ത് തരമായാലും വ്യാജമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ എന്നെ പ്രതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതിയാക്കി കളയണം. നിങ്ങളെ പ്രതി ആകുമ്പോഴാണ് നിങ്ങൾ ക്ഷോഭിക്കണത്, നിങ്ങളെ പ്രതി അല്ലത്. ഇപ്പം കൃപാസനത്തിനെതിരെ 200 പേര് ഒരു ചേട്ടായി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്ത്, ഒരു മന്ത്രി, ജീവിച്ചിരുന്ന മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് കൃപാസനത്തിനെതിരെ അതിലൂടെ ഒരു ആരോപണം ഇട്ട്. അപ്പോൾ അതെല്ലാവരും കയറ്റിപ്പിടിച്ച് അത് വലിയ സമരമായി. ഇവിടെ 200 പേരുടെ ഒരു രാഷ്ട്രീയ സമരം കൊണ്ടായിരുന്നു. ഇത്രയും വലിയ കൃപാസന ചുറ്റും കത്തുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ ആ അഖണ്ഡ ജവാലം ചെല്ലിക്ക് അവിടെ ഇരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഈ ആരോപണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്യാജമായി എന്തെങ്കിലും വന്നാൽ ഉടനെ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ്. പക്ഷേ അതെപ്പോഴും ഓർത്തേക്കണം മക്കൾ. അല്ല, ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഈ ഭൂമി അങ്ങനെയാണ്, ഈശോയെ പോലും വെറുതെ വിടാഞ്ഞൊരു ഭൂമിയാണെന്ന് ഓർക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം. അത് ഈശോയുടെ പേരുള്ള എല്ലാ വ്യാജ ആരോപണങ്ങളില്ലായിരുന്നോ, അത് ഈശോ നമ്മളെ പ്രതിയാണ് അത് ഏറ്റെടുത്തത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന വ്യാജ ആരോപണങ്ങൾ ഈശോയെ പ്രതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വർഗത്ത് നിങ്ങൾക്കൊരു പ്രതിഫലം വലുതായിരിക്കും. ഞാൻ തിരിച്ചു പറയുകയാണ്, വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച് കഴിയുമ്പോഴാണ് നമ്മളോട് എക്സ്ട്രാ എമൗണ്ട് അടക്കാൻ പറയണത്. അതാണ് ഈ വ്യാജ ആരോപണങ്ങൾ. താങ്ക് യു.